ഇന്ന് രാവിലെ തന്നെ വണ്ടിയൊക്കെ പരിപാടി കേട്ടോ. നേരം വിളിച്ചോണ്ടതിന് മുന്നേ വണ്ടിയെങ്കിലും എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ തന്നെ അപ്പുറത്ത് ഒരു ബിൽഡിങ് പൊളിച്ചിട്ടുണ്ട്. ആ ബിൽഡിങ് പൊളി കാരണം ആകെ പൊടിയാണ്. പൊടിപടലം കൊണ്ട് വണ്ടി ആകെ പൊടിയിൽ കുളിച്ച് കിടക്കുന്നു. ദിവസം കേൾക്കേണ്ട കോലാണ്, പക്ഷെ നടക്കൂല. ദിവസം ഒന്നും ഇപ്പോൾ നമുക്ക് കേൾക്കില്ല. ആഴ്ചയിൽ ഒന്നോ രണ്ടോ കേക്കിൽ കേൾക്കും. അപ്പോൾ നല്ലോണം വെള്ളമടിച്ച് സോപ്പിട്ടാൽ കേൾക്കില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ ഉള്ള ചളി കംപ്ലീറ്റിന് പോകുന്നുള്ളൂ. അങ്ങനെ ഓല് ബിൽഡിങ് പൊളി തുടങ്ങുന്നതിന് മുന്നേ വണ്ടി വയ്ക്കാണ്ട് സൈഡാക്കാനുള്ള പദ്ധതിയിലാട്ടോ ഞാൻ. സോപ്പൊക്കെ തേച്ച് കുട്ടപ്പനാക്കി വണ്ടിനൊക്കെ ഒന്ന് കുളിപ്പിച്ചിറങ്ങിയപ്പോക്കിന് നേരെ 8 മണി കിട്ടും. അങ്ങനെ വണ്ടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇനി വണ്ടി പതുക്കെ കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യട്ടെ. ഇവിടെ അടുത്തെങ്ങാനും പാർക്ക് ചെയ്താൽ പോലെ പൊടിയൊക്കെ പാർപ്പിച്ച് പിന്നെയും കഴുകിയത് വെറുതെയോ. പക്ഷെ അപ്പുറത്ത് കൊണ്ടായാലും അങ്ങോട്ട് പൊടി അത്യാവശ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ രക്ഷയൊന്നും ഇല്ലാത്തതുകൊണ്ട് സഹിച്ചു. ഇപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞാണ്ട് ബിൽഡിങ്ങൊക്കെ കയറി വരുമ്പോഴേക്കിന് എന്തായാലും 2-3 മാസം പിടിച്ചു. അപ്പോഴേക്കിന് വണ്ടിയൊക്കെ കൈകൾ തന്നെ അങ്ങനെ കാര്യമായിട്ടില്ല എല്ലാവർക്കും പണി. അവിടെ എല്ലാ ഡ്രൈവർമാർക്ക് പച്ചാക്കൊക്കെ ദേഷ്യം വന്ന് പിരാന്തടിച്ചിട്ടുണ്ടോ. കാരണം ദിവസം തുറക്കുന്ന ആൾക്കാരല്ലേ. അവർക്കൊക്കെ നല്ല പണിയാണ് ഡെയിലി. നമ്മളെ വണ്ടിയൊക്കെ കഴിഞ്ഞാണ്ട് കൊണ്ടുപോയി വണ്ടി വർക്ക് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ സൂര്യപ്രകാശം മറ്റേ ഡാഷ്ബോർഡുമൊക്കെ കട്ടാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണിത്. അത് ദിവസം ഇടല്ലേ നമ്മളെ മുതലാളിക്ക് നിർബന്ധം കേട്ടോ. മൂപ്പരെ പോണ പോക്കിൽ ഇങ്ങനെ കണ്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്താന്ന് ചോദിക്കും. അങ്ങനെ വണ്ടികളൊക്കെ കഴിഞ്ഞ് പൈപ്പൊക്കെ ഒന്ന് മടക്കി വെച്ചാണ്ട് വെയിൽ ചൂടാകുമ്പോഴേക്കിന് റൂമിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കട്ടെ. അല്ലെങ്കിൽ എന്താ പറയുക, ചൂട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പരിപാടി നടക്കില്ല. അപ്പോൾ ഇതാട്ടെ ഞാൻ പറഞ്ഞ ബിൽഡിങ്. ഇതവിടെ ഇങ്ങനെ പൊളി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ 2-3-4 ദിവസമായി. കഴിഞ്ഞ വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് ഒരു ദിവസം വൈകി. ഇപ്പം ഞാൻ 2 ദിവസം കൂടി കഴിയുമ്പോൾ അവിടെ ഫുള്ള് കോരി എടുത്ത് കൊണ്ടുപോകും.